ഹായ് വ്യൂവേഴ്സ്, ഇന്നൊരു പ്രോജക്റ്റിൻ്റെ ഗാർഡൻ സെറ്റിങ്ങിന് വേണ്ടി പോവാണ്. പുതിയതായിട്ട് ഹൗസ് വാമിങ് ചെയ്ത പ്രോജക്ട്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഫസ്റ്റ് അതിൻ്റെ ദിവസം ഭയങ്കര ഭംഗിയായിട്ടിരിക്കും എൻ്റെ ഗാർഡനൊക്കെ. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ചെടികളും പല രീതിയിലാണ് വളരുന്നത്. ഒത്തിരി സൺലൈറ്റ് ആവശ്യമുള്ളതുണ്ട്, വെള്ളം കുറച്ച് ആവശ്യമുള്ളതുണ്ട്, അല്ലെങ്കിൽ റൂട്ട് തന്നെ ഡീപ്പായിട്ട് റൂട്ട് പോകുന്നതുണ്ട്, റൂട്ട് സ്പ്രെഡ് ചെയ്ത് വളരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഇൻഫർമേഷനൊന്നും അറിയാതെ നമ്മൾ പോയി ചെടി വാങ്ങിച്ചാൽ ചെടികൾ നല്ല കോസ്റ്റ്ലിയുമാണ്. ഒരു നഴ്സറിയിലോട്ടാണ് പോകുന്നത്. ലെറ്റ്സ് ഗോ. ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ മാത്രമായിട്ടല്ല, ചില സ്പെസിഫിക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പ്ലാന്റ്സ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, ആ സ്പേസ് ഗാർഡൻ്റെ അവിടെ അത് കുറച്ച് മറ വേണമെന്ന് വെച്ചോ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിൻ്റെ വ്യൂ റോഡിൽ നിന്ന് അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാണ്, അപ്പോൾ അത് മറയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഒരു നമുക്കൊരു ബ്ലോക്കിംഗ് പോലെ വേണം, എന്നാൽ അതൊരു വലിയ മതിലൊക്കെ കെട്ടി ഭയങ്കര ഹെവി ആക്കാനും താല്പര്യമില്ലെങ്കിൽ അവിടെയും പ്ലാന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ എന്തൊക്കെ രീതിയിലുള്ള പ്ലാന്റ്സ് യൂസ് ചെയ്യാം അതാദ്യം പറയാം. സോ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ പൊടിശല്യം നല്ല രീതിയിൽ കുറയും റോഡിൻ്റെ ഒക്കെ അടുത്തുള്ള വീടുകളാണെങ്കിൽ. പ്ലസ് എന്തായാലും ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ചെയ്യുമ്പോഴത്തേക്ക് കുറേ ചൂട് അത് കാരണം ജനറേറ്റ് ആവും. അപ്പോൾ അതും നല്ലതുപോലെ അവോയ്ഡ് ചെയ്യാം. ഇത് കലാത്തിയ എന്ന് പറയുന്ന ഒരു സ്പീഷീസിൽ പെട്ടയാണ്. യൂഷ്വലി ഇതിൻ്റെ ബാക്കിയുള്ള ചെടികളെല്ലാം ഇൻറ്റീരിയർ പ്ലാന്റ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ അതേ സ്പീഷീസിൽ പെട്ടത്. ഈ ഒരെണ്ണം മാത്രം നമുക്ക് എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാം, കാരണം ഇതിൻ്റെ ലീവ്സിൽ വേറെ കളർ പാറ്റേൺസ് ഒന്നുമില്ല. യൂഷ്വലി കണ്ടുവരുന്നത് ഒരുപാട് വൈറ്റും അങ്ങനെയൊക്കെ കളർ റെഡ് ലൈൻസും ഒക്കെ ഉള്ള കളർ പാറ്റേൺസ് ഉള്ളതുണ്ട്. അപ്പം അത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അത് മങ്ങിപ്പോവും, ആ ഭംഗി ഉണ്ടാവത്തില്ല. ഇതെല്ലാം വെയിൽ കൊണ്ടാൽ പൂക്കുന്ന ചെടികളാണ്, ഇൻറ്റീരിയറിൽ വെച്ച് കഴിഞ്ഞാൽ പൂക്കത്തില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് നമുക്ക് എക്സ്റ്റീരിയറിൽ വെക്കാം. പുതിയ പുതിയ തൈകൾ ഇതിൻ്റെ അകത്തു നിന്ന് വരും. മാത്രമല്ല ഇതിൻ്റെ ഇലകൾ എപ്പോഴും നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന ഇലകളാണ്, വെയിലുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള പൂവും വരും. സോ ഇത് മറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നൊരു പ്ലാന്റാണ്. ബോർഡർ പ്ലാന്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് ഫുലാന്തസിസ്, പുല്ലാന്ത എന്നൊക്കെയാണ് നഴ്സറിയിലുള്ളവർ പറയുന്നത്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ അതാണെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഇങ്ങനെ ചോദിച്ചാൽ കിട്ടും. എനിവേ, ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ താഴെ ഒരു കുഴിയാണ്. അപ്പോൾ ഇവിടെ ഒരു മതിൽ കെട്ടുന്നതിന് പകരം ഇങ്ങനെ ഒരു ഇത് വെച്ച് ബോർഡർ കൊടുത്തേക്കാണ്. ഇറ്റ്സ് ഇനഫ്. കുട്ടികളൊന്നും അങ്ങോട്ട് പോവുകയൊന്നും ചെയ്യത്തില്ല ഇങ്ങനെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ട്. അത് പക്ഷേ മതിലിൻ്റെ ഒരു ബ്ലോക്കിങ്ങും വരത്തുമില്ല. മുളയുടെ വെറൈറ്റിപ്പെട്ട എല്ലാ ചെടികളും വളരെ ഡീപ്പ് റൂട്ടഡാണ്. നമ്മൾ എത്ര പന്ന മണ്ണിൽ കൊണ്ട് വെച്ചാലെന്ന് വെച്ചാൽ ഭയങ്കര കട്ടിയുള്ള മണ്ണ്, വളമില്ലാത്ത മണ്ണ്, അതിലെല്ലാം വെച്ചാലും ഇത് നല്ലപോലെ സർവൈവ് ചെയ്യും. വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും സർവൈവ് ചെയ്യും. ഇനിഷ്യലി റൂട്ട് പിടിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കെയർ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താഴത്ത് നമുക്ക് വെട്ടിക്കളഞ്ഞിട്ട് മുകളിൽ മാത്രമായിട്ട് നിർത്താം. വളരെ ചെറിയ സ്പേസ് മതി. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ചെറിയൊരു സ്പേസിലാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ അത് മുകളിലോട്ട് വളർന്നു കഴിയുമ്പോൾ ഫുൾ സ്പ്രെഡായി നല്ലൊരു തണലും നല്ലൊരു ഭംഗിയും കിട്ടുന്ന ഒരു ചെടിയാണ്. അതുപോലെ തന്നെയാണ് ഈ പാമിൻ്റെ വെറൈറ്റീസ്. താഴത്തെ ഉള്ളതൊക്കെ നമുക്ക് വെട്ടി നിർത്താം, മുകളിലോട്ട് ആവശ്യത്തിനുള്ള നമുക്ക് തണുപ്പ് കിട്ടും, എയർ പ്യൂരിഫൈ ചെയ്യും. ഇതുപോലെ കല്ല്, അതായത് ചല്ലി നമ്മൾ വീടിന് ചുറ്റും ഇടുവാണെങ്കിൽ 2 ഉപയോഗങ്ങളാണുള്ളത്. ഒന്ന്, മഴവെള്ളം താന്നു പൊയ്ക്കോളും. നമ്മൾ സിമെൻ്റ് ഒന്നും ഇടുന്നില്ല, ജസ്റ്റ് ആ മണ്ണിൻ്റെ പുറത്തൂടെ ഈ ചെറിയ ചല്ലി വാങ്ങിച്ചിടുന്നു. രണ്ടാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, അതിൽ കൂടെ ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ നടക്കുവാണെങ്കിൽ നല്ലപോലെ ശബ്ദം കേൾക്കും. അതിൽ കൂടെ ശബ്ദം കേൾപ്പിക്കാതെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ രാത്രിയൊക്കെ നമുക്ക് ആരെങ്കിലും ഇറങ്ങുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ കള്ളമാരുടെ ശല്യത്തിൻ്റെ ഒരു പ്രോബബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചല്ലി ഇട്ട് കഴിഞ്ഞാൽ ശബ്ദം നല്ലപോലെ അറിയാൻ പറ്റും. ഇവിടെ ഐക്ലൗഡിലൊന്നും ചെയ്തില്ലേ, ഇടയ്ക്ക് പൂ വരുന്ന, തണലത്ത് പൂ വരുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അതേപോലത്തെ ഇലയാണ് ഇതിന്. കണ്ട ഇലയൊക്കെ അതേപോലെയാണ് ഇരിക്കുന്നത്. ആ ഇടയ്ക്കുള്ള പോർഷൻസിലൊക്കെ കുറച്ച് അകത്തൊരു കുഴി എടുത്ത് മരം വെക്കാന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ മൂട്ടിലൊക്കെ വെച്ച് കൊടുക്കും. ബാത്റൂമിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ കൊടുക്കും. ഇതിങ്ങനെ കാട്ടിലൊക്കെ പിടിക്കുന്ന ഒരു ചെടിയാണ്, കേശവർദ്ധിനി അല്ലേ? ഇത് ചുമ്മാ കാട്ടൊരു ചെടിയല്ലേ?
രണ്ട് തൈ വെച്ചോട്ടോ. ഇത് വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബോർഡറും ചെയ്യാം. പല പേരൊക്കെ എഴുതി വെക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതൊക്കെ ഇതിൽ ചെയ്തെടുക്കാം. പുറത്ത് വയ്ക്കുന്നതാണ്, വെയിൽ വേണം. ഇതിൻ്റെ പേരെന്താ? മാൽവീസി. എന്തുവാണ്? മാൽവീസി. മാൽവീസിയാ? ആ ശരി. സവാഴ നോക്കട്ടെ. ഈ ചെടിയുടെ പേരെന്താ? ഈ കുറ്റി ചേച്ചി, ഈ ചെടിയുടെ പേരെന്താ? ആ, ഗംഗോള ഹൈബ്രിഡ്. ആ, ഗംഗോൾ ഹൈബ്രിഡ് അല്ലേ. അപ്പോൾ എങ്ങനെ ആക്കിയത്? എങ്ങനെ ഇതിനെ ഇങ്ങനെ കുറ്റിയാക്കിയത്? വെട്ടി നിർത്തിയതാണ്. ആ ശരി. ഇൻറ്റീരിയേഴ്സിൽ ചെടി വെക്കണമെങ്കിൽ ഇതാണ് അതിനുള്ള ഓപ്ഷൻസ്. ഇതിനൊന്നും ശരിക്കും ഒട്ടും വെളിച്ചം വേണ്ട. ഇപ്പം ഭയങ്കര ചൂടുള്ള സമയമാണ്, ലൈക്ക് ഫെബ്രുവരി എൻഡ്, ഹൈ സമ്മറാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും പോരാ. ഇത്രയും പോലും അതിന് വെയിൽ വേണ്ട. നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നതാണ്. എല്ലാ ഫേൺസിൻ്റെ വെറൈറ്റിപ്പെട്ട സാധനങ്ങളാണ് ഇതെല്ലാം. ഇൻറ്റീരിയർ പ്ലാന്റ്സാണ്. നമ്മൾ ഇടയ്ക്കിടത്ത് പുറത്ത് വെയിൽ ഒളിക്കാൻ വെക്കുകയോ അങ്ങനെയൊന്നും വേണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അങ്ങനെ വലിയ വളവും കാര്യങ്ങളും ഒന്നും വേണ്ട. ഇതെല്ലാം ഇൻറ്റീരിയറിൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കും. സോ ചട്ടിക്കകത്ത് തന്നെ വെക്കാമെന്നുള്ളേ ഉള്ളൂ. ഈ കാണുന്ന എല്ലാം ഈ തരം ഫേൺസ് ഇതെല്ലാം നമ്മളിങ്ങനെ ഒരുപാട് കോസ്റ്റ് കൊടുത്ത് വാങ്ങിക്കണമെന്നൊന്നുമില്ല. കാരണം സമയമുണ്ടെങ്കിൽ റെയിനി സമയത്ത് ഇതെല്ലാം പിടിച്ച് നിൽക്കുന്ന കാണാം. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഈ മതിലൊക്കെ വരും, ഈ വയലിൻ്റെ കരയിലൊക്കെ വരും. ഇപ്പോൾ വയലൊന്നും എല്ലായിടത്തും ഇല്ലെങ്കിലും ഒരു മതിലുകളിലെ സൈഡിലൊക്കെ തന്നെ പിടിച്ചു വരും. അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഇളക്കി വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പിടിച്ചോളും. എല്ലാ ടൈപ്പ് ഫേൺസും അങ്ങനെ കിട്ടത്തില്ല, എന്നാലും കുറേ വെറൈറ്റീസ് അങ്ങനെ കിട്ടും. ഈ ഒരു ഫേണും ഒക്കെ നമുക്ക് അല്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ്. ഈ മതിലും ഇങ്ങനത്തെ കുറച്ച് നനവുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു വരുന്ന ഫേൺസാണ്. നമ്മൾ ഫേൺസിന് ഇൻറ്റീരിയറിലെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പലർക്കും ഇല്ല. പക്ഷെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഇൻറ്റീരിയർ ഫേൺസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം. ഈവൻ വേർട്ടിക്കൽ ഗാർഡൻസിലും ഫേൺസ് നല്ലതായിട്ട് നിൽക്കും. കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ മതി, ഈ ബാഗ് പോലെ വെച്ചിട്ട്. അപ്പോൾ ഇടയ്ക്ക് നനയ്ക്കാനുള്ളൊരു സംവിധാനം വേണം. എന്താ വില? 250. കവറിലുണ്ടോ? കവറില്ല സാർ. ചട്ടി എണ്ണാണ് വിലയില്ലേ? ചട്ടി വില കുറച്ചിട്ടില്ല സാർ, എടുക്കണം. ഇതാ എവിടെ നിൽക്കും? ഈ വൈറ്റ് പൂ ഇതാ ഭയങ്കര വിലയാണ്. ആണോ? എത്ര രൂപ? 1000-1200 ഇത്ര വില? ആർക്കറ്റിൻ്റെ പുതിയ വെറൈറ്റി. ഇല്ല, ആർക്കറ്റിൻ്റെ വെറൈറ്റി. ഓർക്കിഡാണല്ലേ? ഡബ് ആർക്കറ്റിൻ്റെ വെറൈറ്റി. അകത്താണോ നിൽക്കുന്നത്? കുറച്ച് വെയിലിൻ്റെ തീരെ വെയിൽ വേണ്ട. ട്രിവാൻഡ്രം, കൊല്ലം ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴിപ്പള്ളം, പിന്നെ രാജീവ് ഗാന്ധിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, അതുപോലെ ആത്മനിലയം, ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യാം ബൾക്ക് ക്വാണ്ടിറ്റീസ് വേണമെങ്കിൽ. കൊച്ചി ഏരിയയിലോട്ടൊക്കെ ആണെങ്കിൽ മണ്ണൂത്തി, തൃശ്ശൂർ, പിന്നെ ഹോം ഗ്രോൺ കോട്ടയം, ഇതൊക്കെ ഫ്രൂട്ട്സ് ട്രീസ് നല്ലത് കിട്ടുന്ന സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് ചെറിയ അളവിൽ വീട്ടിലത്തേക്ക് ചെറിയ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിൽ ലോക്കലി തന്നെ മേടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവിടം വരെ പോയി വരുന്നതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസും കൊണ്ടുവരുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഓക്കെ. ഒരു കാര്യമേ ഉള്ളൂ, നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യേണ്ടത് നാടൻ ചെടികളാണെങ്കിൽ മെയിൻ്റനൻസ് കുറവായിരിക്കും. അത് എപ്പോഴും ഓർക്കുക. ഗാർഡൻ നല്ല ഭംഗിയായിട്ട് നാടൻ ചെടികളും വെച്ചും സെറ്റ് ചെയ്യാം. വാഴ വെച്ച് തന്നെ നല്ല രീതിയിൽ ചില ഏരിയാസൊക്കെ നമുക്ക് ബ്യൂട്ടിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ വെട്ടിക്കൊടുത്താൽ മതി. അതേസമയം നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുകയും ചെയ്യും.
നിത്യ കല്യാണി പോലത്തെ ചെടികൾ, ഇതൊക്കെ സ്വന്തമായിട്ട് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. വാടാമല്ലി, നമ്മൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ റീപ്രൊഡ്യൂസ് ഒന്നും ചെയ്യില്ല, കുറേ നാൾ നിൽക്കും, പിന്നെ അതങ്ങ് പോവും. ഈ അല്ലാത്ത ചില പൂക്കളൊക്കെ ഉണ്ടല്ലോ, നാടൻ വെറൈറ്റീസ്, വിത്ത് വീണ് പിടിക്കുന്ന, തന്നെത്താനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ പിടിച്ച് വരും. അപ്പം പിന്നെ അതങ്ങ് പോവും. എന്നാലും ഒരു നല്ല ഭംഗിയാണ്. ആ ഒരു സമയത്ത് ഒരു വാടാമല്ലിയൊക്കെ ആണെങ്കിൽ ഒരു 4 മാസമൊക്കെ നിൽക്കും നല്ലപോലെ, അത് കഴിഞ്ഞിട്ട് അങ്ങ് പോവും. പക്ഷേ അതിൻ്റെ അതെവിടെയാണ് പിടിച്ചു വരുന്നത്, ഇറ്റ്സ് ലൈക്ക് എ സർപ്രൈസ്. നമുക്കറിയാൻ പറ്റത്തില്ല നേരത്തെ. തന്നെത്താനെ പറന്നുപോയി വീണ് വെള്ളം ഒഴിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിടിച്ചു വരും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വിത്തുകളൊക്കെ ഓൾറെഡി, ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തന്നെത്താനെ പ്രൊപ്പഗേറ്റ് ചെയ്തോളും. ഒരു സമയം വരും, പോവും. ഇറ്റ് ഈസ് നൈസ്. അത് ഒരുപാട് അതിൻ്റെ അകത്ത് സർപ്രൈസ് എലമെൻറ്റ്സ് ഉണ്ട്. അത് ഭയങ്കര ഹാപ്പിനെസ് നമുക്ക് കിട്ടും.